ബൊഗെയിൻവില്ല കൃഷിയിലൂടെ വൻ വിജയം നേടി ശ്രദ്ധേയരായിരിക്കുകയാണ് പോത്താനിക്കാട് കുളപ്പുറം സ്വദേശികളായ ജോബിയും ഭാര്യ സിനിയും. ജോബിയുടെ വീടും പരിസരവും കടലാസ് പൂക്കൾ വസന്തം തീർത്തതോടെ ഇവിടേക്ക് പുഷ്പപ്രേമികളുടെ ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ജോബിയും ഭാര്യ സിനിയും 8 ഏക്കറോളം സ്ഥലത്ത് വിവിധ കൃഷികളും ഒരു നഴ്സറിയും നടത്തിവരികയാണ്. ബൊഗെയിൻവില്ല കൃഷിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് ഇവർ തന്നെ പറഞ്ഞു തരുന്നത് കേൾക്കാം. ഇത് പയ്യങ്ങോട്ടൂർ പഞ്ചായത്തിൽ കുളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ നഴ്സറി ഉള്ളത്. പെപ്പർ ലീഫ് എന്നാണ് നഴ്സറിയുടെ പേര്. ഞങ്ങൾ 10 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട്. കാർഷിക മേഖലയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഒന്ന് മറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് കൂടുതൽ സാധ്യതകൾ കണ്ടെത്താൻ പറ്റിയത് ഈ ഒരു മേഖലയാണ്. നമ്മൾ കാർഷിക മേഖലയിൽ ഫലവൃക്ഷ തൈകളോടൊപ്പം മറ്റ് ഏതെല്ലാം ചെടികളും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഈ ഒരു സീസൺ, അതായത് ഒരു സെപ്റ്റംബർ തൊട്ട് മെയ് വരെയുള്ള ഒരു സമയം ബൊഗെയിൻവില്ലയുടെ സീസണാണ്. ലക്ഷക്കണക്കിന് തൈകളാണ് നമുക്ക് കേരളത്തിലൊക്കെ വിപണനം നടന്നു വരുന്നത്. ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. നമ്മുടെ വീടുകളൊക്കെ ഏറ്റവും മനോഹരമായിട്ടിരിക്കാനായിട്ട് ഇത്രയും അനുയോജ്യമായിട്ടുള്ള ചെടി വേറെ ഒന്നുമില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നത്, കണ്ണിനിമ്പം നൽകുന്ന, മനസ്സിനൊരു കുളിര് നൽകുന്ന രീതിയിൽ നല്ല ചെടികൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത് ബൊഗെയിൻവില്ലയാണ്. 10 വർഷത്തോളമായി ഞങ്ങൾ ഈ ഫീൽഡിൽ ഉണ്ട്. ചെടികളുടെ ഉൽപ്പാദനം തൊട്ട് അതിൻ്റെ പരിചരണം എല്ലാ മേഖലയിലും നമ്മൾ വരുന്ന ആളുകളെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു വരുന്നുണ്ട്. ഈ വർഷമൊക്കെ ഒത്തിരി ആളുകളാണ് ബൊഗെയിൻവില്ല അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 50ഓളം വെറൈറ്റികൾ നമ്മുടെ ശേഖരത്തിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ 30ഓളം വെറൈറ്റികൾ നമുക്ക് കൂടുതലെണ്ണം വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ഓൾറെഡി ഈ സീസണിലൊരു 1/3 ഭാഗത്തോളം നമുക്ക് സെയിലായി കഴിഞ്ഞു. ഇനിയും നമുക്ക് ചെടികൾ ഉണ്ട്. ഫൈറോപ്പാൽ, പിന്നെ റൂബി റെഡ്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ട്. പിന്നെ സക്കൂറ, കൂടുതൽ പുതിയ വെറൈറ്റികളെല്ലാം നമുക്കിപ്പോൾ അവൈലബിളാണ്. ഫ്ലെയിം റെഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. നമുക്കിത് ചെറിയ ചെടികൾ തൊട്ട് വലിയ ചെടികൾ വരെ ഉണ്ട്. നമുക്ക് വലിയ ചട്ടികളിലേക്കൊക്കെ റീപോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ചെടികളൊക്കെ നമ്മളിവിടെ വിപണനം ചെയ്തു വരുന്നുണ്ട്. ഇത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ പൂവ് നിലനിർത്തി കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ട അഡ്വൈസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സർവീസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ബൊഗെയിൻവില്ല പരിചരണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ അളവിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇത് പ്രൂണിങ് ഇതിന് മസ്റ്റാണ്. പ്രൂൺ ചെയ്താൽ മാത്രമേ ചെടി എപ്പോഴും നല്ല ഷേപ്പിൽ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ, ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പിൽ ചെറിയ അളവിൽ നമ്മൾ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. വെള്ളം കുറച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിൽ എല്ലാ സമയത്തും പൂ നമുക്ക് ഇതിനകത്ത് നിലനിർത്താനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഒരു 60-70ഓളം കളർ ഷെയ്ഡുകൾ നമുക്കിപ്പോൾ ബൊഗെയിൻവില്ലയുടെ ശേഖരത്തിൽ തന്നെ നമുക്ക് അവൈലബിളാണ്. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന്, നമുക്ക് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്കിവിടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള സൗകര്യമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഇപ്പോഴത്തെ പുതിയ ഹൈബ്രിഡ് ഐറ്റങ്ങളൊക്കെയാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം റെഡ്, അതുപോലെയുള്ള കുറേ ഐറ്റങ്ങളുണ്ട് നമുക്ക്. ഫ്ലെയിം റെഡ് ഉണ്ട്, റൂബി റെഡ് ഉണ്ട്, മൊണാലിസ ഐറ്റങ്ങളുണ്ട്, സക്കോറയുണ്ട്, സിൽവർ കുറേ ഐറ്റങ്ങൾ. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും തന്നെ നമുക്കുണ്ട്. ഇത് കുറച്ച് ഐറ്റങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പൂന, ആന്ധ്ര, കൽക്കട്ട, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ചെടികൾ ഇവിടെ വരുന്നുണ്ട്. ഇത് ബൊഗെയിൻവില്ലയുടെ കമ്പ് നടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇത് പരുവത്തിനായിട്ടുള്ള, ഒത്തിരി മൂത്ത് പോകാത്തതും എന്നാൽ തീരെ ഇളം കമ്പല്ലാത്തതുമായിട്ടുള്ള കമ്പ് നമ്മൾ ഇങ്ങനെ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ ചെയ്യണം. എന്തെങ്കിലും റൂട്ടിംഗ് ഹോർമോൺ, നമുക്ക് കരി ഉപയോഗിക്കാം, തേൻ ഉപയോഗിക്കാം നാടൻ രീതിയിൽ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണേലും അത് നമ്മൾ മണ്ണിലേക്ക് വെക്കുന്ന ഭാഗത്തത് പറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ കവറിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്തേക്ക് വെക്കുക.
എന്നിട്ടത് നമുക്ക് നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചേമ്പർ പോലെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് മൂടി വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വേര് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നല്ല ഷെയ്ഡിലുള്ള സ്ഥലത്ത് നനച്ച് സൂക്ഷിച്ചാൽ മതി, അത് വേര് പിടിച്ച് വരും. വേര് പിടിച്ച് തളുത്ത് വന്നതിന് ശേഷം നമുക്കത് വലിയ ചട്ടികളിലേക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം.